സുപ്രഭാതം. ഒരു സാധാരണ ചൊവ്വാഴ്ച രാവിലെ അലാറം മുഴങ്ങി. അവൻ എഴുന്നേറ്റു, ചായ കുടിച്ചു, കുട്ടിയെ സ്കൂളിന് തയ്യാറാക്കി. ഓഫീസിലേക്ക് പോകാൻ ഷർട്ട് ഇസ്തിരി ചെയ്തു. ജീവിതം പൂർണ്ണമായും സാധാരണമായിരുന്നു. അപ്പോൾ ഒരു ഫോൺ കോൾ മുഴങ്ങി. അവൻ സ്ക്രീനിലേക്ക് നോക്കി. ബാങ്കിൽ നിന്നുള്ള കോൾ. സർ, നിങ്ങളുടെ കമ്പനി അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി സംസാരിക്കണം. 5 മിനിറ്റിനുള്ളിൽ അവൻ്റെ മുഖം മാറി. 10 മിനിറ്റിനുള്ളിൽ കൈകൾ വിറച്ചു. 30 മിനിറ്റിനുള്ളിൽ അവൻ ഓഫീസിലേക്ക് ഓടി. അന്ന് ഉച്ചയോടെ അവൻ മനസ്സിലാക്കി വർഷങ്ങളായി നിർമ്മിച്ച ബിസിനസ് തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന്. നമ്മൾ സിനിമകളിൽ ദുരന്തം വലിയ സംഗീതത്തോടെയാണ് കാണുന്നത്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ പല ദുരന്തങ്ങളും വളരെ നിശബ്ദമായി വരും. ഒരു ഫോൺ കോൾ, ഒരു ഇമെയിൽ, ഒരു മെഡിക്കൽ റിപ്പോർട്ട്, ഒരു നമുക്ക് സംസാരിക്കണം എന്ന വാചകം. ആ നിമിഷം വരുന്നതുവരെ മനുഷ്യൻ കരുതുന്നത് നാളെ ഇന്നിനെ പോലെ തന്നെ ആയിരിക്കും എന്നാണ്. പക്ഷേ ചില ദിവസങ്ങൾ കലണ്ടറിൽ സാധാരണയായി തുടങ്ങും, ചരിത്രമായി അവസാനിക്കും. ഞാൻ ഒരിക്കൽ ഒരു പഴയ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്നു. അവിടെ ഒരു വയോധികൻ തൻ്റെ കൊച്ചുമകനോട് സംസാരിക്കുകയായിരുന്നു. കൊച്ചുമകൻ ചോദിച്ചു, അപ്പൂപ്പ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം ദിവസം ഏതാണ്? അപ്പൂപ്പൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, എൻ്റെ ജീവിതം തകർന്ന ദിവസം. ഞാനത് ഒരു ദുരന്തമാണ് എന്ന് കരുതി. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സിലാക്കി അത് ഒരു വഴിത്തിരിവായിരുന്നു. ആ വാക്ക് എന്നെ ആഴത്തിൽ തൊട്ടു. കാരണം എല്ലാം തകർന്ന ദിവസം എന്ന അനുഭവം മനുഷ്യരാശിയുടെ ഒരു പൊതുവായ അനുഭവമാണ്. ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ പരാജയപ്പെടുന്നു. ഒരു കർഷകൻ്റെ വിള നശിക്കുന്നു. ഒരു കുടുംബം കടത്തിൽ മുങ്ങുന്നു. ഒരു വ്യക്തി ജോലി നഷ്ടപ്പെടുന്നു. ഒരു ബന്ധം അവസാനിക്കുന്നു. ആ നിമിഷത്തിൽ എന്താണ് ഏറ്റവും കഠിനം? നഷ്ടമല്ല, നാളെ എങ്ങനെയായിരിക്കും എന്നറിയാത്തത്. അനിശ്ചിതത്വം മനുഷ്യ മനസ്സിന് ഏറ്റവും ഭാരമുള്ള കാര്യങ്ങളിലൊന്നാണ്. ഒരു സ്ത്രീയെക്കുറിച്ച് ഞാൻ കേട്ട കഥയുണ്ട്. ഭർത്താവ് പെട്ടെന്ന് മരിച്ചതിന് ശേഷം വീട്ടിൽ ആളുകളുടെ തിരക്കായിരുന്നു. ബന്ധുക്കൾ, അയൽക്കാർ, ആശ്വാസവാക്കുകൾ. എല്ലാവരും പറഞ്ഞു ധൈര്യമായി നിൽക്കണം. പക്ഷേ യഥാർത്ഥ തകർച്ച സംഭവിച്ചത് 7-ാം ദിവസമായിരുന്നു. എല്ലാവരും പോയ ശേഷം അവൾ അടുക്കളയിൽ ചെന്നു. മേശപ്പുറത്ത് 2 കപ്പുകൾ ഉണ്ടായിരുന്നു. വർഷങ്ങളായി അവർ 2 പേരും രാവിലെ ചായ കുടിച്ചിരുന്ന കപ്പുകൾ. അവൾ ഒരു കപ്പ് എടുത്തു. പിന്നെ മറ്റേ കപ്പ് നോക്കി നിശ്ചലമായി നിന്നു. അപ്പോഴാണ് അവൾ മനസ്സിലാക്കിയത്, ജീവിതം ഇനി പഴയ പോലെ ആയിരിക്കില്ല. ഇതാണ് തകർച്ചയുടെ യഥാർത്ഥ രൂപം. അത് പലപ്പോഴും നാടകീയമല്ല. ചിലപ്പോൾ അതൊരു ശൂന്യമായ കസേരയാണ്, ഒരു ഉപയോഗിക്കപ്പെടാത്ത കപ്പ്, ഒരു വരാത്ത സന്ദേശം, ഒരു മടങ്ങി വരാത്ത ശബ്ദം. പക്ഷേ ഇവിടെ ഒരു വിചിത്രമായ സത്യമുണ്ട്. മനുഷ്യർ തകർന്ന ദിവസങ്ങളിൽ തന്നെ അവരുടെ ശക്തിയെ കണ്ടെത്താറില്ല. ആദ്യ ദിവസം അവർ കരയും. 2-ാം ദിവസം അവർ ആശയക്കുഴപ്പത്തിലാകും. 3-ാം ദിവസം അവർ ഇതെന്തുകൊണ്ട് എന്ന് ചോദിക്കും. ശക്തി പിന്നീട് വരും, വളരെ ചെറിയ രൂപത്തിൽ. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിൽ, ബാങ്കിലേക്ക് പോയി ഒരു ഫോം നിറയ്ക്കുന്നതിൽ, കുട്ടിക്കായി ഭക്ഷണം തയ്യാറാക്കുന്നതിൽ, വീണ്ടും ജോലിക്ക് അപേക്ഷിക്കുന്നതിൽ, മറ്റൊരു ദിവസം ജീവിക്കുന്നതിൽ. നമ്മൾ പലപ്പോഴും ധൈര്യത്തെ തെറ്റായി മനസ്സിലാക്കുന്നു. ധൈര്യം ഭയമില്ലാത്ത അവസ്ഥയല്ല. ഭയമുള്ളപ്പോഴും അടുത്ത ചുവട് വയ്ക്കുന്നതാണ്. ചരിത്രത്തിലെ വലിയ വിജയ കഥകൾ നോക്കൂ. അവയിൽ ഭൂരിഭാഗവും ഒരു തകർച്ചയ്ക്ക് ശേഷമാണ് തുടങ്ങുന്നത്. ഒരു കമ്പനി പൊളിഞ്ഞു. ഒരു കണ്ടുപിടുത്തം 100 തവണ പരാജയപ്പെട്ടു. ഒരു നേതാവ് തിരഞ്ഞെടുപ്പിൽ തോറ്റു. ഒരു കലാകാരൻ്റെ കൃതി നിരസിക്കപ്പെട്ടു. പുറത്തുനിന്ന് നാം ഫലം കാണുന്നു. അകത്തുനിന്ന് അവർ അനുഭവിച്ചത് തകർച്ചയായിരുന്നു. എനിക്ക് ഏറ്റവും പ്രചോദനമാകുന്നത് വീണ്ടും തുടങ്ങുന്ന മനുഷ്യരാണ്. അവർക്ക് പഴയ ഉറപ്പുകളില്ല, പക്ഷേ അവർക്കൊരു ചെറിയ തീരുമാനമുണ്ട്. ഇത് എൻ്റെ അവസാന വരിയാകില്ല. തകർന്നു വീണ ഒരു കെട്ടിടത്തിൽ പോലും
ഉറപ്പുള്ള ഭാഗങ്ങൾ അവശേഷിക്കുന്നുണ്ടാകും. ജീവിതവും അങ്ങനെ തന്നെയാണ്. എല്ലാം തകർന്നതായി തോന്നുമ്പോൾ ഒരു ചോദ്യം ചോദിക്കണം: എന്നിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന എന്തുണ്ട്? സത്യസന്ധത, കഴിവ്, വിശ്വാസം, പഠിക്കാനുള്ള മനസ്സ്, സ്നേഹിക്കുന്ന ആളുകൾ, ജീവിക്കാനുള്ള ആഗ്രഹം. അവയാണ് പുനർനിർമ്മാണത്തിൻ്റെ അടിത്തറ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉള്ളിൽ തകർന്ന നിലയിൽ ആയിരിക്കാം. പുറത്ത് നിങ്ങൾ ചിരിക്കാം, ജോലി ചെയ്യാം, സംസാരിക്കാം. പക്ഷെ ഉള്ളിൽ ഒരു ഭാഗം പറഞ്ഞുകൊണ്ടിരിക്കാം: എൻ്റെ ജീവിതം പഴയ പോലെ ഇല്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. പഴയ പോലെ ഇല്ല എന്നത് എല്ലായ്പ്പോഴും മോശം എന്നർത്ഥമല്ല. ഒരു വിത്ത് മണ്ണിനടിയിൽ പൊട്ടിപ്പോകുമ്പോൾ അത് നാശമായി തോന്നും. പക്ഷേ ആ പൊട്ടലില്ലാതെ മുള ഉണ്ടാകില്ല. ചില ദിവസങ്ങൾ നമ്മുടെ പദ്ധതികളെ തകർക്കും. ചില ദിവസങ്ങൾ നമ്മുടെ അഹങ്കാരത്തെ തകർക്കും. ചില ദിവസങ്ങൾ നമ്മുടെ പഴയ തിരിച്ചറിവിനെ തകർക്കും. പക്ഷെ ചിലപ്പോൾ അതേ ദിവസം തന്നെയാണ് പുതിയ ജീവിതത്തിൻ്റെ വാതിൽ തുറക്കുന്നത്. അതിനാൽ ഇന്ന് രാവിലെ നിങ്ങളെല്ലാം തകർന്ന ദിവസം ഓർക്കുന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ ഒരു അവസാനമായി മാത്രം കാണരുത്. ഒരുപക്ഷെ അതൊരു കഠിനമായ അധ്യായമായിരുന്നു. ഒരുപക്ഷെ അത് നിങ്ങളെ മാറ്റിയ ദിവസം ആയിരുന്നു. ഒരുപക്ഷെ അതിനുശേഷമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് കണ്ടെത്താൻ തുടങ്ങിയത്. കാരണം മനുഷ്യൻ്റെ മഹത്വം ഒരിക്കലും വീഴാത്തതിലല്ല, വീണ ശേഷം വീണ്ടും എഴുന്നേൽക്കുവാനുള്ള ശേഷിയിലാണ്. നന്ദി. നിങ്ങളുടെ ഇന്നത്തെ ദിവസം തകർച്ചകളെ അതിജീവിക്കുന്ന മനുഷ്യശക്തിയെ ഓർമ്മിപ്പിക്കുന്നതാകട്ടെ.